ഗുഡ് മോർണിംഗ്. അടുത്ത പാർട്ട് സർക്കിൾ ടച്ചിങ് എ ലൈൻ. അതായത് കുറേ സർക്കിൾസ് ഉണ്ട്. ആ സർക്കിൾസിന് എല്ലാത്തിനും കോമൺ ആയിട്ട് 2 ടാൻജൻസ് ഉണ്ടാകുകയും ആ ടാൻജൻസ് ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടി നമ്മൾ ഈ 2 ലൈൻസ് 2 ടാൻജൻസിനും കൂടി നമ്മളൊരു ബൈസെക്ടർ വരച്ചാൽ ആ ബൈസെക്ടർ ഈ സർക്കിളുകളുടെ എല്ലാം സെൻറ്ററിൽ കൂടി പാസ് ചെയ്യും. അതായത് 2 ലൈൻസ്, എങ്ങനത്തെ ലൈൻസാണ്? കുറേ സർക്കിൾസ്, ആ സർക്കിൾസിന് ടാൻജൻറ്റ് വരച്ച് ആ 2 ടാൻജൻറ്റും കൂടി എല്ലാ ടാൻജൻസും മീറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ കുറേ സർക്കിൾസിന് വരയ്ക്കുന്ന ടാൻജൻസ് 2 ടാൻജൻസ് കോമൺ ടാൻജൻസ് ആണ്. ആ കോമൺ ടാൻജൻസ് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്യുമല്ലോ. അതുകൊണ്ട് നോക്കിക്കേ, ABC. ഇവിടെ AB എന്ന് പറയുന്നത് ഈ 3 സർക്കിളുകൾക്കും ടാൻജൻ്റാണ്. BC എന്ന് പറയുന്നതും ഈ 3 സർക്കിളുകൾക്കും ടാൻജൻ്റാണ്. അപ്പോൾ ഈ 2 ടാൻജൻസും കൂടി ABയും BCയും കൂടി ചേർന്നുണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ABC എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാകുന്നത്. ഈ ആംഗിളിൻ്റെ ബൈസെക്ടറിലായിരിക്കും. ബൈസെക്ടർ എന്ന് വെച്ചാൽ ഈ ആംഗിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്ന ലൈൻ. ആ ലൈനിലായിരിക്കും ഈ സർക്കിൾസിൻ്റെ എല്ലാം സെൻറ്റർ. അതാണ് പറഞ്ഞേക്കുന്നത്. The center of a circle touching 2 lines meet at a point is on the bisector of the angle formed by the lines. The bisector of all 3 angles of a triangle meet at a point. ഏത് ട്രയാങ്കിളിൻ്റെയും 3 ആംഗിളിൻ്റെയും കൂടി ബൈസെക്ടർ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, ABC എന്ന ട്രയാങ്കിളുണ്ട്. ആ ട്രയാങ്കിളിനെ ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ഈ 3 ആംഗിളിനും ബൈസെക്ടർ വരച്ചാൽ അത് ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ സർക്കിളിനെ പറയുന്നത് ഇൻ സർക്കിൾ. നമ്മൾ നേരത്തെ സർക്കിളിൻ്റെ വെർട്ടെക്സിനെ ടച്ച് ചെയ്തൊരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിനെ ടച്ച് ചെയ്തൊരു സർക്കിൾ വരയ്ക്കുന്ന പഠിച്ചു 9ാം ക്ലാസ്സിൽ. അതിൻ്റെ പേര് സർക്കം സർക്കിൾ. ആ സർക്കം സർക്കിളിൻ്റെ സെൻറ്റർ എങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? സൈഡ്സിന് ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച്. ഇവിടെ ഇൻസർക്കിൾ കിട്ടാൻ എന്താ ചെയ്യുന്നത്? ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കുക. ഇൻ സർക്കിൾ ആ പേരിലുണ്ട്. എന്താണ് വന്നത്? ഒരു സർക്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിന് ബൈസെക്ടർ വരച്ചാൽ അത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ആ സർക്കിൾ ഇതിൻ്റെ സൈഡ്സിനെ ടച്ച് ചെയ്യും. സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിനകത്തായിരിക്കും. അതിൻ്റെ പേരാണ് ഇൻ സർക്കിൾ. പേരിനകത്തുണ്ട് ഇൻസൈഡ് ദി സർക്കിൾ. ഇൻ സർക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡ്സിനെ ടച്ച് ചെയ്യുന്നതാണ്. സർക്കം സർക്കിൾ എന്ന് പറയുന്നത് വെർട്ടെക്സുകളെ ടച്ച് ചെയ്യുന്ന സർക്കിളാണ്. ഇനി അടുത്തത് റിസൾട്ടാണ്. അതായത് നമുക്കറിയാം, സെൻറ്ററിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഞാൻ അങ്ങനെ ഈ AB, BC, AC ഈ 3 ടാൻജൻസിലേക്കും എന്ത് ചെയ്തു? റേഡിയസുകൾ വരച്ചു. റേഡിയസിന് 6 എന്ന് കൊടുത്തു. A എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ നമ്മൾ സ്മോൾ a എന്നും, സിക്ക് ഓപ്പോസിറ്റ് സ്മോൾ c എന്നും, ബിക്ക് ഓപ്പോസിറ്റ് സ്മോൾ b എന്നും കൊടുത്തു. ലെങ്തിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നോക്കിക്കേ, കുറേ ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. AOB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള്, BOC എന്ന അടുത്ത ട്രയാങ്കിൾ, AOC എന്ന അടുത്ത ട്രയാങ്കിൾ. ഈ 3 ട്രയാങ്കിളിൻ്റെയും ഒരു ഏരിയയുടെ സം ആയിരിക്കുമല്ലോ. ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC പ്ലസ് ട്രയാങ്കിൾ AOC പ്ലസ് ട്രയാങ്കിൾ AOB. നോക്കിക്കേ, ട്രയാങ്കിൾ BOCയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH അല്ലേ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? A.
എച്ച് എന്ന് പറയുന്നത് റേഡിയസ് ആർ, ഹാഫ് എ ആർ. അടുത്തത് എ ഒ സി ട്രയാങ്കിളിൻ്റെ വരുമ്പോൾ ഹാഫ് ബി ഇൻറ്റു ആർ. അടുത്തത് ഹാഫ് സി ഇൻറ്റു ആർ. നിങ്ങൾ തിരിച്ചു വെച്ച് നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ക്ലിയർ ആകും. ബേസ് സി വരുന്നത് കണ്ടോ, പെർപെൻഡിക്കുലർ ലെങ്ത് 6, ഹാഫ് ബി. എച്ച് എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. ഇനി ഇവിടെ ഹാഫും ആറും കോമൺ ആണ്. അതെടുത്ത് കഴിയുമ്പോൾ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ആർ. നമ്മൾ ഹെറോൻസ് ഫോമുല പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി പഠിച്ചതാണല്ലോ. അതായത് 3 സൈഡ്സും തന്നാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണും. അവിടെ എസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, അതായത് സെമി പെരിമീറ്റർ, പെരിമീറ്ററിൻ്റെ ഹാഫ്. അപ്പം നമുക്കിവിടെ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഉണ്ട്, അതിന് നമുക്ക് എസ് എന്ന് കൊടുക്കാം. അപ്പം ഏരിയ എ എന്ന് കൊടുത്താൽ എ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ആർ. അല്ലെങ്കിൽ നമ്മുടെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് അല്ലേ ഇത് ആർ എന്ന് പറയുന്നത്. ആ ഇൻസർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏത് ട്രയാങ്കിളിനാണോ ഇൻസർക്കിൾ വരയ്ക്കുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഏരിയയെ അതിൻ്റെ സെമി പെരിമീറ്റർ, പെരിമീറ്ററിൻ്റെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഇറ്റ്സ് ഏരിയ ഡിവൈഡഡ് ബൈ ഹാഫ് ദി പെരിമീറ്റർ. ഇനി പേജ് 1, ഇനി ഇൻസർക്കിളിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. പേജ് 189 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 185, 189 185. അതായത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കുക, അതിൻ്റെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് എഴുതുക. പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻസർക്കിളിൻ്റെ റേഡിയസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഡിയസ് അളന്ന് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. ഈ 1.4 എന്നോ അല്ലെങ്കിൽ 1.56 എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ അങ്ങനെ കാണത്തില്ല, 1.5 ആയിരിക്കും, അല്ലെങ്കിൽ 1.9 എന്ന് കണ്ടാൽ അത് 2 ആക്കുമൊന്നും വേണ്ട. അത് അങ്ങനെയായിരിക്കും അതിൻ്റെ റേഡിയസ്, അല്ല നമ്മളത് കറക്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. അപ്പം ഇതിന് അത് ഞാൻ പറഞ്ഞു, ഒരു ട്രയാങ്കിളിന് ഇൻസർക്കിൾ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കണം. ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെ നമ്മൾ പഠിച്ചത് 8ാം ക്ലാസ്സിൽ. അപ്പോൾ ആദ്യം നമുക്ക് ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഒരു ആംഗിളുണ്ട്, അതിൻ്റെ വെർട്ടെക്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് അതിൻ്റെ രണ്ട് ആംസിലും നമ്മൾ ആർക്ക് വരച്ചു. ഇനി ഈ ആർക്കുകൾ ഈ ആംസിനെ കട്ട് ചെയ്ത പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് വീണ്ടും ആർക്ക് വരച്ചു. എന്നിട്ട് ബൈസെക്ടർ കിട്ടി. ഇതേ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിളിൻ്റെയും 2 ആംഗിൾസിന് നമ്മൾ ബൈസെക്ടർ വരച്ചു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആകുമ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടും അല്ലേ. ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇൻസർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെൻറ്റർ കിട്ടി. ഇനി സെൻറ്റർ മാത്രം പോരല്ലോ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കുന്ന. സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് കോമ്പസ് കുത്താനുള്ള സ്ഥലമായി. ഇനി അതിൻ്റെ റേഡിയസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ റേഡിയസ് നമ്മൾ സർക്കിൾ വരച്ചപ്പോൾ എന്താ വെർട്ടെക്സിലോട്ട് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. ഇവിടെ അത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, സെൻറ്റർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇവിടോട്ട് വരയ്ക്കുക. നോക്കിക്കേ, ഇതാണെന്നിരിക്കട്ടെ, 2 വെർട്ടെക്സുകൾ മീറ്റ് ചെയ്ത പോയിന്റ് ഇതാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്നും, ഇപ്പോൾ ഞാൻ അടുത്തതിനും ഇപ്പോൾ ഞാൻ വരച്ചിട്ടില്ല, നിങ്ങൾ ബൈസെക്ടർ വരച്ച് തന്നെ വരയ്ക്കണം. അപ്പോൾ ഇതാണ് വെർട്ടെക്സ് സെൻറ്റർ. അപ്പോൾ സെൻറ്റർ കിട്ടി. ഇനി നമുക്ക് റേഡിയസ് വേണമെങ്കിൽ ഈ സെൻറ്റർ നമ്മൾ അവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് ഏതെങ്കിലും ഒരാമേൽ കട്ട് ചെയ്യുക. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കിട്ടുന്നില്ല എങ്കിൽ ഈ സൈഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ, എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വലുതായിട്ട് വേണമെങ്കിലും ഇതിൻ്റെ ആംസിലേക്ക് നമുക്ക് ആർക്ക് വരച്ച് കട്ട് ചെയ്യും. അപ്പം ഇതിനകത്തിൽ തന്നെ വരയ്ക്കണം എന്നൊന്നും നിർബന്ധമില്ല. വേണമെങ്കിൽ സൈഡിലേക്ക് കുറച്ചൊന്ന് അത് ഡോട്ടഡ് ലൈൻ ഇട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതേ ഇവിടം സെൻറ്റർ ആക്കിക്കൊണ്ട് 2 ആർക്ക് വരയ്ക്കുക. കണ്ടല്ലോ. ഇനിയും
ഇപ്പം എടുത്തതിനെക്കാട്ടി സ്വല്പം കൂടി വലിയ അളവെടുത്ത് ഈ ആർക്കുകൾ സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ ലൈനിനെ കട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ അവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് കട്ട് ചെയ്യും. ഇനി അതും സെൻറ്ററും കൂടി ജോയിൻ ചെയ്യുക. നമ്മുടെ ഇൻസർക്കിളിൻ്റെ സെൻറ്ററും ഇവിടവും കൂടി ജോയിൻ ചെയ്യുക. കണ്ടോ? അപ്പോൾ എന്താ ചെയ്തത്? നമുക്ക് 2 ആംഗിൾസിന് ബൈസെക്ടർ വരച്ചു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ ഇൻസർക്കിളിൻ്റെ സെൻറ്റർ. അത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഈ സൈഡിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുക? 2 ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്ത 2 പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് വീണ്ടും കട്ട് ചെയ്യുക. അതും സെൻറ്ററും കൂടി ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്കതാ ഈ കിട്ടിയ സെൻറ്ററിൽ നിന്നും ഈ സൈഡിനെ കട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇൻസർക്കിൾ എന്ന് പറയുന്നത്. ഇൻസർക്കിളിൻ്റെ റേഡിയസ്. ആ റേഡിയസ് എടുത്ത് സർക്കിൾ വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടത്തിൽ ബൈസെക്ടർ വരയ്ക്കുമ്പോഴോ അതല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇത് പെർപെൻഡിക്കുലറാണ് നിങ്ങൾ വരയ്ക്കുന്നത്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോഴോ ഈ ബൈസെക്ടർ വരയ്ക്കുമ്പോഴോ ആംഗിൾ ഒരു 1 ഡിഗ്രി ആംഗിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു 1 മില്ലിമീറ്ററിന് ഡിഫറൻസ് വന്നാൽ നിങ്ങൾക്ക് ഇൻസർക്കിൾ ഇതിനെ ടച്ച് ചെയ്യാതെ പോകും. അതുകൊണ്ട് പെൻസിൽ നല്ലതായിട്ട് പോയിന്റഡ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ വേണം വരയ്ക്കാൻ. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 ആംഗിളുകൾക്ക് ബൈസെക്ടർ വരയ്ക്കുക. ബൈസെക്ടർ വരയ്ക്കുന്നത് പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു ആംഗിളിനെ ഉണ്ടെങ്കിൽ എന്താ ആ വെർട്ടെക്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് കോമ്പസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ സെൻറ്റർ വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. അത് 2 സെൻറ്റർ ആക്കിക്കൊണ്ട് വീണ്ടും ആർക്ക് വരച്ച് കട്ട് ചെയ്ത് ലൈൻ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ബൈസെക്ടർ. അങ്ങനെ 2 ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കണം. ആ 2 ബൈസെക്ടറും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററായി. അതിനുശേഷം അത് അവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് 2 ആർക്ക് വരയ്ക്കുക. ആ 2 ആർക്ക് സെൻറ്റർ ആക്കിക്കൊണ്ട് വീണ്ടും 2 ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് അത് സെൻറ്ററും ഇതുകൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ കിട്ടും. ആ ലെങ്ത് ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത് ഇൻസർക്കിളിൻ്റെ. ആ റേഡിയസ് നമ്മൾ എടുത്തുകൊണ്ട് ഇവിടെ സെൻറ്ററും എടുത്തുകൊണ്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട്. അടുത്തത് ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ ആൻഡ് 1 ആംഗിൾ 50 ഡിഗ്രി. നമുക്കറിയാം റോംബസിനെ സംബന്ധിച്ച് അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആംഗിളും അതിൻ്റെ സൈഡും ഒരു സൈഡും കിട്ടിയാൽ നമുക്ക് റോംബസ് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാ അറിയാമല്ലോ. ഒരു സൈഡ് വരച്ചു, 50 ഡിഗ്രി എടുത്തു, അടുത്ത സൈഡ് വരച്ചു അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 50 ഡിഗ്രിയാണ്. ഇപ്പോൾ അത് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 - 50 130. അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് ആംഗിൾസ് എങ്ങനെയാണ്? സപ്ലിമെൻ്ററിയാണ്. ഇപ്പോൾ ഒരെണ്ണം 50 ആണെങ്കിൽ അടുത്തത് 130 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഇവിടെ 130 എടുത്ത് വീണ്ടും 5 എടുത്ത് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി റോംബസിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. റോംബസിൻ്റെ ഡയഗണൽസ് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ഡയഗണൽസ് എന്ന് പറയുന്നത് ആ ആംഗിളുകളുടെ ബൈസെക്ടർ ആയിരിക്കും. സ്ക്വയറിനും അതെ, റോംബസിനും അതെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് അങ്ങ് ഡയഗണൽ വരച്ചാൽ മതി. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ പേര് കൊടുക്കാം ABCD. BD ജോയിൻ ചെയ്യുക, AC ജോയിൻ ചെയ്യുക. എല്ലാ കേസിലുമല്ല, റോംബസ്, സ്ക്വയർ ഇവയുടെ കേസിൽ. അപ്പം നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന രണ്ടുകൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. ഇനിയും ഇത് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ, അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തില്ല എങ്കിൽ കട്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കുക. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പം കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പാട് വരത്തില്ല. സ്കെയിൽ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ 2 പോയിൻറ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് വീണ്ടും ആർക്ക് വരച്ച് കട്ട് ചെയ്തു. ഇത് നമ്മൾ ജോയിൻ ചെയ്തു. ഇത്രയും ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാമെങ്കിൽ അത് ഈ റോംബസിൻ്റെ ഇൻസർക്കിൾ ആയിരിക്കും. ഇപ്പോൾ സർക്കം സർക്കിളോ അല്ല ഇൻസർക്കിളോ സർക്കം സർക്കിളും കൂടി ചോദിക്കാം കേട്ടോ. ഇൻസർക്കിൾ വരയ്ക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചല്ലെങ്കിൽ സർക്കം സർക്കിളിൻ്റെ അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ.